അതേപോലെ എന്നെ ആക്രമിച്ച ആളുകളുടെ എന്റെ സൗന്ദര്യത്തെ പറ്റി കൂടി പറയണ്ടായി. അതും എനിക്ക് പറയാനുണ്ട്. ചേട്ടാ ഇങ്ങനെയൊക്കെ ഒരു നിയമമൊന്നുമില്ല. ഫിഗർ ഉള്ളവനെ അഭിനയിക്കാവൂ. ശ്രീനിവാസൻ നായകനെ തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനൊരു നിയമമൊന്നുമില്ല. ഏതുള്ളവനെ അഭിനയിക്കാം. മാത്രമല്ല കഴിവുണ്ടോ അഭിനയിക്കാം. അത് മാത്രമല്ല ഞാൻ ചോദിക്കുന്ന വെച്ചാൽ ഇപ്പൊ കേരളത്തില് 100% ആളുകളും വളരെ അടിപൊളി ഫിഗറുള്ള ആളുകളൊന്നല്ല. മാക്സിമം ഞാൻ മനസ്സിലാക്കിയ ഒരു 20% ആളുകൾ ഒരു അടിച്ചുപൊളി ഫിഗർ എന്ന് പറയും. 20% ആളുകളുണ്ടാവും. ബാക്കി 80% ആളുകൾ ഇരുനിറം, കറുപ്പ്, ഭയങ്കര കറുപ്പ്. ഉറപ്പല്ലേ? അങ്ങനെയല്ലേ ഒരു നമ്മുടെ കേരളത്തിന്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ 80% ആളുകൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ ഇവിടെ സൂപ്പർ താരം ഇല്ല. അവിടെയാണ് ഞാൻ പറഞ്ഞാൽ സൗന്ദര്യമില്ലാത്തവർ എന്നെ സൂപ്പർ സ്റ്റാറായി കണക്കാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങളെ ഞാൻ റെപ്രസെന്റ് ചെയ്തു. കാരണം ഈ 20% ആളുകൾക്കാണ് ഈ ഭൂമിയിലെ എല്ലാ സൂപ്പർ സ്റ്റാറുകളും. സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നവരൊക്കെ അവർക്കുള്ള ഇതൊരു അനീതിയാണ്. 80% ഉള്ള ആളുകൾക്ക് അവർക്ക് അഭിമാനിക്കാൻ എന്ന് പറയാനുള്ള ഒരു സൂപ്പർ സ്റ്റാർ ഒന്നുമില്ല. ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ അവതരിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ അവർക്കും അഭിമാനിക്കാം. അതാ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാളുണ്ടടാ. അങ്ങനെ ഒരു കാര്യത്തിൽ റിട്ടേൺ ആയിട്ടുള്ള നിയമങ്ങളൊന്നുമില്ല. ഇങ്ങനെ സൗന്ദര്യമുള്ളവനെ അഭിനയിക്കാവൂ, ഇല്ലാത്തവനെ അഭിനയിക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. ആണായാലും പെണ്ണായാലും നമ്മൾക്ക് കഴിവുണ്ടെങ്കിൽ അഭിനയിക്കാം. ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ഇഷ്ടപ്പെടും. ഇപ്പൊ തന്നെ തമിഴ്നാട്ടിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർ എല്ലാ ടൈപ്പ് സിനിമകളും സ്വീകരിക്കുന്നുണ്ടല്ലോ. അതൊന്നും പ്രശ്നമല്ല. മലയാളത്തിൽ അങ്ങനത്തെ അറ്റംപ്റ്റ് ആരും നടത്തിയിട്ടില്ല. അതാണ് സൗന്ദര്യം ഇല്ലാത്തവരെ വെച്ചൊരു അറ്റംപ്റ്റ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനാണ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അംഗീകരിക്കുകയാണ് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും സൗന്ദര്യം കുറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ എന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഒരാൾ സൗന്ദര്യവാനായി എന്നുള്ളത് അയാളുടെ ക്രെഡിറ്റ് അല്ല. ബൈ ചാൻസ് അത് സംഭവിച്ചു എന്നുള്ളതാണ് സത്യം. ഒരാൾ കറുത്തുപോയി എന്നുള്ളത് അയാളുടെ കുറ്റമല്ല, അയാൾ ചെയ്ത ക്രിമിനൽ മിസ്റ്റേക്ക് ഒന്നുമല്ല. മാത്രമല്ല ഇപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരു പിടി ചാരമാണ്. ഇപ്പൊ സൗന്ദര്യമുള്ളവനായാലും ആരോഗ്യമുള്ളവനായാലും ആണായാലും പെണ്ണായാലും അമേരിക്കക്കാരനായാലും മലയാളിയായാലും ഒക്കെ സംഭവിച്ച നമ്മൾ ഈ മരിക്കുന്ന അന്ന് വരെയുള്ള ഒരു ജാട മാത്രമാണ്. അതുകൊണ്ട് സൗന്ദര്യം എന്ന് പറയുന്നതിൽ കാര്യം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പൊ ഞാൻ അഭിനയിച്ച എന്തുകൊണ്ടാണെന്നുള്ളതാണ് എല്ലാവരുടെയും പ്രശ്നം. ഞാൻ ബോധപൂർവ്വം അഭിനയിക്കുകയാണ്. ഈ കാഴ്ചക്ക് ഫിഗറില്ലാത്തവൻ ഒറ്റയ്ക്ക് പോയിട്ട് എല്ലാവരും കൂടെ പോയിട്ട് കൂട്ടാത്മഹത്യ ചെയ്യാൻ പറ്റുമെന്നില്ല. അവർക്കും കൂടിയുള്ളതാണ് ഈ ഭൂമി. അപ്പൊ അവർക്കും ജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുവരെ ഈ സൗന്ദര്യം കുറഞ്ഞ ആളുകൾക്ക് അഭിമാനിക്കാൻ ഒന്നും ഉണ്ടായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഞാനിലൂടെ എന്നെ അഭിമാനിക്കാം. അപ്പൊ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ എന്നെ സൂപ്പർ സ്റ്റാർ ആക്കുക. അതേസമയം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സൗന്ദര്യം ഉള്ളവർ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം സൗന്ദര്യം ഉള്ളവരെ മാത്രമാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സൗന്ദര്യം ഇല്ലാത്തവരെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന എനിക്ക് അറിയാം. അത് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. സോ എന്നെ നിങ്ങൾ സൂപ്പർ സ്റ്റാറായി കണക്കാക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി അങ്ങോട്ട് അതൊരു എല്ലാവർക്കും മാത്രമല്ല സൗന്ദര്യം കുറഞ്ഞ ആളുകൾക്കും ഈ മേഖലയിലേക്ക് വരാം. മറ്റെല്ലാവർക്കും ഒരു ധാരണ എനിക്കൊന്നും വലിയ ഫിഗർ ഇല്ല. ഇപ്പൊ ഞാൻ വന്നതിലൂടെ എല്ലാവർക്കും കാര്യം മനസ്സിലായി. സൗന്ദര്യം ഇല്ലാത്തവർക്കും വരാം. കാര്യം നമുക്ക് ആ ഒരു ചെയ്യാനുള്ള കഴിവും അതിനുള്ള ബുദ്ധിയും ഒക്കെയാണ് എന്നുള്ളതാണ് ഞാൻ പ്രൂവ് ചെയ്യുന്നത്. സാറിന്റെ ആദ്യത്തെ ഗാനമായ രാത്രി ശുഭരാത്രി, അതിൽ ചില രംഗങ്ങൾ അതിര് കടന്നു എന്ന് വിമർശനം പല ഭാഗത്തു നിന്ന് വരുന്നു. സാർ അതിന് തക്കതായ മറുപടിയും നൽകിയിട്ടുണ്ട്. അതിന്റെ കാരണം വിശദീകരിച്ചു. എന്നാൽ ഒന്നുകൂടി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ന്യായീകരിക്കുന്ന വിധത്തിലുള്ള ഒരു വിശദീകരണം. രാത്രി ശിവരാത്രി മാത്രം കണ്ട സമയത്ത് ഒരു 100-ൽ 80 പേര് വിമർശിക്കുകയും 20 പേര് നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ അത് ആൽബം എന്നുള്ള തെറ്റിദ്ധാരണയാണ് കുറെ പേർക്കുണ്ടായിരുന്നു. അത് സിനിമ എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറെ പേരോ സിനിമയല്ല ഓക്കെ അപ്പൊ തന്നെ ഇങ്ങനെ മാറി. പിന്നെയാണ് എന്റെ വിമർശകർ എന്നെ പറ്റിച്ചു എന്നുള്ള ഭയങ്കര ബുദ്ധി ഉപയോഗിച്ചിട്ട് ഞാൻ അറിയാതെ എന്റെ കുറെ ഫോണൊക്കെ വെച്ചു. പക്ഷെ അതൊക്കെ യഥാർത്ഥത്തിൽ എനിക്ക് വളരെ അഡ്വാൻറ്റേജ് ആയി. കാരണം അതുവരെ ആളുകൾ എന്താ മനസ്സിലാക്കി രാത്രി ശിവരാത്രി അഭിനയിച്ച ഒരു ചങ്ങാതി എന്ന് മാത്രമായി ഞാൻ ആളുകൾ എന്റെ ക്യാരക്ടർ മനസ്സിലാക്കിയോ. കാരണം അതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കേട്ടറിയാൻ പറ്റും. ഒരു സൈഡിൽ നിന്ന് ഉഗ്രൻ തെറിയ വരുന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സിന്റെ നീളം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വിളിക്കുന്നത്. 14 വയസ്സുള്ള കുട്ടിയായിട്ട് വരുമ്പോൾ 14 വയസ്സുള്ള കുട്ടിയെ വെക്കാൻ പറ്റും. ഇതായിരുന്നു ഒരു വിമർശനം ഉണ്ടായിരുന്നു. പിന്നെ പെണ്ണിന്റെ ഡ്രസ്സിന്റെ നീളം കുറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായി സിനിമ കാണുന്നവനും ജീവിതത്തിൽ ആദ്യമായി യൂട്യൂബ് സെർച്ച് ചെയ്തവനൊക്കെ അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ വിഷയത്തിൽ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരാൾ എന്നോട് ഇങ്ങോട്ട് സംസാരിക്കണ്ടായി. സന്തോഷ് സാറെ പെണ്ണിന്റെ ഡ്രസ്സിന്റെ നീളം കുറഞ്ഞു ഇവിടുത്തെ കപട സദാചാരവാദികൾ സാറിനെതിരെ ഓരോന്ന് പറയുന്നുണ്ട്. സാറ് മൈൻഡ് ചെയ്യല്ല. നമ്മളെ നാട്ടിലെ പെമ്പിള്ളേർ എങ്ങനെയൊക്കെയാ സാറേ നടക്കുന്നത്. അപ്പൊ അങ്ങനെയല്ലേ വരുന്നുള്ളൂ എന്നൊക്കെ ചോദിച്ചു. എന്റെ ഭാഗത്ത് വലിയ മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള മനസ്സെനിക്കുണ്ട്. ഞാൻ അതുപോലെ നിങ്ങളോട് തിരിച്ചു വരികയാണ്. നിങ്ങൾ ഏതെങ്കിലും ഈ ഭൂമിയിലെ ഞാനല്ലാത്തൊരു സംവിധായകനോട് നിങ്ങളുടെ ഇന്ന പാട്ട് ഇങ്ങനെ മാറ്റും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഏതെങ്കിലും സംവിധായകൻ മാറ്റും. പക്ഷെ ഞാൻ ആ മനസ്സ് കാണിച്ചു വെച്ചാൽ എനിക്കൊരു വിശാലത ഉള്ളത് കൊണ്ടും നിങ്ങൾ പറഞ്ഞതിൽ ഒരു 10% ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 10% ശരിയുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ്. അതേപോലെ ഡ്രസ്സിന്റെ കാര്യത്തിൽ എനിക്കൊന്നേ പറയാനുള്ളൂ.
നമ്മളെ നാട്ടിലെ ഡ്രസ്സിന്റെ ഒക്കെ വില എന്താ, അതുകൂടെ എന്റെ വിമർശകർ മനസ്സിലാക്കണം. ഇപ്പൊ ഒരാൾക്ക് ഈ കുഞ്ഞു ഡ്രസ്സ് കൊടുത്തെടുക്കാൻ തന്നെയുള്ള വില എന്താണെന്ന് എനിക്കറിയാം. ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വേഗം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊക്കെ ഒരു ദരിദ്രവാസിയാണ്, ബേസിക്കലി നമ്മുടെ ദരിദ്രവാസിയാണ്. മാത്രമല്ല ഞാൻ പറഞ്ഞ നമ്മളിപ്പോ ഒരാളെ ഇപ്പൊ എന്റെ നടീന്റെ കാര്യമല്ല, പൊതുവെ നടിമാരെയൊക്കെ വിഷമം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മള് സാർ നാളെ നമ്മൾ അടുത്ത 10 ദിവസം കിട്ടും നമ്മളെ വർക്ക് നടക്കുന്നതൊക്കെ പറയുമ്പോൾ തിരക്കിലാണ് ഡ്രസ്സൊക്കെ എടുത്ത് പോരുന്നത്. പലപ്പോഴും മുഴുവനായിട്ട് ഡ്രസ്സ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഇങ്ങനെ പ്രശ്നമുണ്ട്. നല്ല നർമ്മബോധമുണ്ട്. പിന്നെ പലപ്പോഴും ഇവിടെ വന്നിട്ട് നമ്മള് ഇപ്പൊ തന്നെ ഞാൻ ടെക്സ്റ്റൈൽസ് പോവാണ്. അപ്പൊ അയാൾ പറയുന്നു ടോപ്പും ബോട്ടും കൂടെ 2000. അപ്പൊ നമ്മൾ തീരുമാനിക്കണം മോളെ ടോപ്പ് തീരുമാനിക്കാം. മതി ശരി സന്തോഷേട്ടൻ പറഞ്ഞാൽ ഓക്കെ. ടോപ്പ് എങ്കിൽ ടോപ്പ്, ഒരു ബോട്ടിട്ട് അഭിനയിക്കുന്ന മോശമല്ലേ. അപ്പൊ അങ്ങനെ അതേപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് വാങ്ങി വെച്ചാലും പല തിരക്കിനിടയിൽ ഷൂട്ടിംഗ് സെറ്റിലേക്ക് നമ്മൾ എടുക്കാൻ വിട്ടു പോകുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കുറെ പ്രശ്നമാണ്. അപ്പൊ ഒന്നുകിൽ കാരണം സാറ് ഹാൻഡിൽ ചെയ്യുന്ന പല മേഖലകളിലും അപ്പൊ ഈ പ്രശ്നത്തിലൊന്നും ഇപ്പൊ നമുക്ക് ഷൂട്ടിംഗ് എത്തിക്കാൻ പറ്റില്ല. അപ്പൊ കിട്ടിയ ഡ്രസ് ഇട്ട് അഭിനയിക്കുകയാണ്. പ്രധാന പ്രശ്നം ഇവിടുത്തെ ഡ്രസ്സിന്റെ വിലയാണ്. ഇതാണ് പ്രശ്നം. സാർ പിന്നെ താങ്കളുടെ എല്ലാ ഗാനങ്ങളിലും ഹൈലൈറ്റ് ആണല്ലോ ഈ നായികമാരെ കയ്യിലെടുത്ത് വരുത്തുന്നത്. അതിനെ കുറിച്ച് എന്താണ്, വല്ല ട്രിക്സോ മറ്റോ ഉണ്ട്? കാരണം അത് ഭയങ്കര ഹൈലൈറ്റ് ആണ്, എല്ലാ ഗാനങ്ങളും കാണാം. അതെ അതെ, അതിലൊരു ചെറിയൊരു കഥയുണ്ട്, ഞാൻ പറയാം. അതായത് ഞങ്ങളുടെ സിനിമയിലെ ഒരു സിറ്റുവേഷൻ ഇതായിരുന്നു. നായകൻ വളരെ കഷ്ടപ്പെട്ട് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. വീട്ടുകാരെ പിടിച്ച് പുറത്താക്കിയ ശേഷം നായകൻ ഒരുവിധം ഒരു സെറ്റിലേക്ക് മടങ്ങുകയാണ്. അപ്പൊ ആദ്യമായി കുറച്ച് പൈസ കിട്ടുമ്പോൾ നായകൻ മാല വാങ്ങിച്ചു കൊടുക്കുന്ന സീനാണ്. അപ്പൊ ഞാൻ പറയും ജീവിതത്തിൽ ആദ്യമായി എന്റെ ഭാര്യയ്ക്ക് ഒരു 916 മാല വാങ്ങിച്ചു കൊടുക്കുന്നു എന്ന് പറയും. അപ്പൊ ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷവും പൊക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ഇതിപ്പോ നമുക്ക് വൈകുന്നേരം എടുത്താലോ, കാരണം അൻപത് സന്തോഷിട്ട വൈകുന്നേരം. അപ്പൊ ഞാൻ പറഞ്ഞു അതല്ല, നിന്നെ പൊക്കി നീ വീണാൽ ഇന്നത്തെ ഷൂട്ടിംഗ് കൊള്ളാവില്ലേ. അപ്പൊ നമ്മാവുന്നല്ല, സന്തോഷമായിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. ഞാനൊരു സന്തോഷമായിട്ട് അത് രസമുണ്ടാവും. ഈ സന്തോഷമായിട്ടും കണ്ടിട്ടില്ലേ, ഞാൻ എത്രയോ സിനിമയിൽ കണ്ടിട്ടുണ്ട് ഈ നായകന്മാർ നായികയെ ഇങ്ങനെ പൊക്കം നല്ല രസാ. പറഞ്ഞ നീ കണ്ട സിനിമയിലൊക്കെ നായകൻ ലേശം കൊതുണ്ട്, എന്നെ പൊത്ത് നായകനല്ല. ഞാൻ ചെറുപ്പം മുതലേ യോഗയും ധ്യാനം ഈ അതേപോലെ തന്നെ ഈ ജിംനാസ്റ്റിൽ ഞാൻ പോകാറുണ്ട്. അതെ അല്ല, ഞാൻ യോഗ കൂടുതൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കൂടുതൽ നമ്മൾ തടിക്കുന്നത് കൈവെക്കാത്ത ഏതെങ്കിലും മേഖലയുണ്ടോ? ഈ പൊക്കാന്ന് പറഞ്ഞാൽ പ്രശ്നം എന്താണെന്നറിയോ, ഒരു ഫ്രെയിമുണ്ട്. അല്ല എനിക്ക് തോന്നിയ പോലെ ഒന്നും പൊക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ക്യാമറമാനോട് എവിടെ വരെ പൊക്കാം? സന്തോഷ് സാറേ ഇതിന്റെ വീടിന്റെ ഇടയിൽ പൊക്കണം, കഷ്ടകാലം നോക്കണേ. പൊക്കിയാലും പോരാ, ഔട്ട് പിടിക്കാൻ വീണ്ടും പൊക്കണം. ആദ്യ പ്രാവശ്യം പൊക്കുന്ന റിസ്ക്കാ. അപ്പോഴേക്കും ജനങ്ങൾ മുഴുവൻ ഒരു സൂചി വീടാൻ അറിയുന്നുള്ള അവസ്ഥ. സന്തോഷ് സാർ ഈ പെണ്ണിനെ പൊക്കുന്നു, ഇപ്പൊ മാനം കിടന്ന് കാണാം. ഓക്കെ, ഇപ്പൊ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലേ. മറ്റുള്ള ഇതിലേക്ക് വരുന്ന പെൺകുട്ടികളും ഇതേപോലെ 70 കിലോ ഓളം പൊക്കിയില്ലേ. അങ്ങനെയാണത്. വരുന്ന എല്ലാ നായകന്മാരും പൊക്കണ്ട. പിന്നെ ബാക്കിയുള്ളതിൽ ഞാൻ പറയും ഒഴിവാക്കിട്ടോ, അത് തീർച്ചയായിട്ടും എല്ലാ പാട്ടും ഇങ്ങനെ വേണ്ടെന്ന് പറഞ്ഞു. പൊക്കിയ സീന് ഞാൻ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയതാണ്. പക്ഷെ കുട്ടികൾക്കൊരു ഹരമായിരുന്നു അങ്ങനെ ഒരു സീന് വെച്ചുകൂടെ എന്നുള്ളത്. സാർ അടുത്തായിട്ട് സാറ് നൃത്തമോ അല്ലെങ്കിൽ സംഗീതമോ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ടോ? കാരണം മൂന്നുമൊക്കെ ചെയ്യുന്നുണ്ട്. അത് സാർ തന്നെ ചെയ്തതാണോ? അത് തീർച്ചയായിട്ടും മുൻവാക്ക് ഞാൻ തന്നെയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് ചെയ്തത്. തീർച്ചയായും സംഗീതം നൃത്തം ഞാൻ പറഞ്ഞല്ലോ. അത് ഞാൻ അങ്ങനെ ഒരു ഇപ്പൊ ആക്ടിങ് അടക്കം നിങ്ങൾ പറയുമ്പോൾ അതും കൂടെ ഞാൻ കൂട്ടി പറയാം. എനിക്ക് ഞാൻ സിനിമ വെറുതെ കാണിച്ചിട്ടില്ല. ഇപ്പൊ എന്റെ ആക്ടിനെ കുറിച്ച് നിങ്ങൾ മറ്റുള്ള കാര്യമാണ്. ഞാൻ മുൻകാലങ്ങൾ പോയിട്ടില്ല. ഇവൻ ഞാൻ വരുന്നത് പോലും എനിക്ക് ഓരോ പ്രസിക്കാൻ പറ്റില്ല. അതുപോലെ സംഗീതകാലം എനിക്ക് വിവരമൊന്നും ഇല്ല. ചെറുപ്പേ പുല്ലാങ്കുള്ളാണ് കുറച്ച് വലിയ വിവരമൊന്നും ഇല്ലെങ്കിലും പുല്ലാങ്കുഴലാണ് എനിക്ക് ഒരു ഇഷ്ടപ്പെട്ടൊരു ഇൻസ്ട്രുമെന്റ് ആണ്. അതുകൊണ്ടാണ് ഈ പുല്ലാങ്കുഴൽ ഷോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ ഗോകുലനാഥനായി കള്ളക്കണ്ണ് എന്ന് പറഞ്ഞ പെർട്ടിക്കുലർ സോങ് ഒരു പുല്ലാങ്കുഴൽ ഷോയാണ് ഞാൻ നടത്തിയത്. ശരിക്കും എനിക്ക് തോന്നുന്നു മലയാളത്തിൽ പുല്ലാങ്കുഴൽ എല്ലാ പാട്ടിലും ഉപയോഗിക്കാറുണ്ട്, പുതിയ കാര്യമൊന്നുമല്ല. പക്ഷെ ഒരു പുല്ലാങ്കുഴൽ ഷോ നടത്തിയൊരു പാട്ട് എന്റെ ഓർമ്മയിലില്ല ടോട്ടൽ. അതായത് പുല്ലാങ്കുഴൽ കൊണ്ട് ഏറ്റു സെറ്റ് അത്രയും പുല്ലാങ്കുഴൽ ഇങ്ങനെ എന്നോട് പലരും കേട്ടിട്ട് പറഞ്ഞു സന്തോഷമായിട്ട് ശരിക്കും ഒരു പുല്ലാങ്കുഴൽ ഇങ്ങനെ സംഗീതം ഇങ്ങനെ ഓടിക്കളിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു ആ പാട്ട് നിങ്ങളുടെ കേട്ടത്. അതേപോലെ തന്നെ രാത്രി ശിവരാത്രിയിൽ കുറച്ച് പുല്ലാങ്കുഴൽ യൂസ് ചെയ്യും വരുന്നുള്ളെങ്കിൽ കൂടി അത് യൂസ് ചെയ്ത രീതി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ രാത്രി നിങ്ങൾ ഹെഡ്ഫോണിൽ വീഡിയോ ഒന്നും കാണാം. വീഡിയോ കാണാൻ നമ്മൾ അതിന്റെ സീനിലേക്ക് മൈൻഡ് ആയി. പലരും പറഞ്ഞു കേട്ടിട്ട് ഈ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ രാത്രി പ്രണയിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ആ പാട്ട് കേൾക്കാറുണ്ട്. തീർച്ചയായിട്ടും ആ മൈൻഡിലാണ് ഫീല് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞാൽ അത് ഹെഡ്ഫോണിലിട്ട് കേൾക്കുമ്പോൾ ശരിക്കും ആ പുല്ലാങ്കുഴി ഞാൻ എത്ര പറ്റി അറിഞ്ഞു പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ആ പുല്ലാങ്കുഴി ഞാൻ എത്ര സ്റ്റൈലിഷ് ആയിട്ട് യൂസ് ചെയ്തു എന്നുള്ള നിങ്ങൾക്ക് രാത്രി ശിവരാത്രി കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുള്ളൂ. അതേപോലെ ഓരോ സിനിമ വേണ്ടിടത്തേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. സാറിന് മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ?
മോഹൻലാലാണ്. ലാലേട്ടൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനെ ഞാനൊരു ദൈവമായിട്ടാണ് കണക്കാക്കുന്നത്. വ്യക്തി ജീവിതത്തിൽ ഞാൻ ശ്രീകൃഷ്ണനെ ദൈവമായിട്ട് കണക്കാക്കുന്നത്. ശ്രീകൃഷ്ണൻ മാത്രമാണ് ഞാനൊരു ദൈവമായിട്ട് കണക്കാക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ട് ശ്രീകൃഷ്ണന്റെ ഒരു ടെമ്പിളൊക്കെ ഉണ്ട്. അപ്പൊ തന്നെ ശ്രീകൃഷ്ണ ഫിലിംസിന്റെ ബാനറിൽ കൃഷ്ണനും രാധയും അങ്ങനെയൊക്കെയാണ് വരുന്നത്. എനിക്ക് അത് ഞാൻ എല്ലായ്പ്പോഴും ചെറുപ്പം മുതലേ ഹരേ രാമന്ത്രമൊക്കെ നന്നായി ജപിക്കും. ഇതെന്റെ പേഴ്സണൽ സൈഡ്. പിന്നെ എപ്പോഴും കൈ എപ്പോഴും ചിന്മുദ്രയിലായിരിക്കും. അറിയാമല്ലോ. ഓക്കെ, കൈ ഇതോടെ ചിന്മുദ്ര എന്ന് പറയുന്ന ഇതാണ്. അതായത് സയൻസ് ആണ്. സയൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ തലച്ചോറിലെ ഞരമ്പുകളൊക്കെ നമ്മുടെ കയ്യിലാണ്. എവിടെയെങ്കിലും നെറ്റികളല്ലോ നമ്മുടെ കയ്യിലാണ്. തലച്ചോറിലെ ഞരമ്പുകൾ വരുന്നത് നിൽക്കുന്നത് നമ്മുടെ കയ്യിലാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ, എന്റെ ബിലീഫാണ്, സയൻസിന്റെ അടിസ്ഥാനത്തിലുള്ള ബിലീഫാണ്, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പഞ്ചഭൂതങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ ജലം, വായു, അഗ്നി ഇതെല്ലാം നമ്മുടെ കയ്യിൽ, ഭൂമിയിലുണ്ട്. അപ്പൊ ഈ കൈ എന്ന് പറയുന്ന അഗ്നി, ഈ കൈ എന്ന് പറയുന്നത് വായുവാണ്. അഗ്നിയും അതായത് ഈ ഞാൻ പറഞ്ഞ നേരത്തെ യോഗയും ഇതിലൊക്കെ ഉള്ള എന്റെ ഇൻട്രസ്റ്റ് ഞാൻ പറയുന്നത്. അപ്പൊ പലതരത്തിലുള്ള മുദ്രകൾ പഠിക്കുമ്പോൾ പലതരത്തിലുള്ള മുദ്രകളുണ്ട്. നമുക്ക് അസുഖം വരുമ്പോൾ പല മുദ്രകൾ യൂസ് ചെയ്യും. അപ്പൊ ഈ പർട്ടിക്കുലർ ചിന്മുദ്ര എന്നാണ് ഇതിനെ പറയാം, ജ്ഞാനമുദ്ര എന്ന് പറയും. ഈ ജ്ഞാനമുദ്ര നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഞാൻ ഇവിടെ പിടിക്കുമ്പോൾ എന്റെ തലച്ചോറിലെ രണ്ട് ഞരമ്പുകൾ അവിടെ കണക്റ്റഡ് ആവും. ഏതൊരു മനുഷ്യനാണോ ഇങ്ങനെ അഗ്നിയെയും, ഇത് അഗ്നിയും ഇത് വായുവാണ്, ഈ അഗ്നിയും വായുവിനെയും നമ്മൾ ഇവിടെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒന്നാമത് വെറുതെ ഇരിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ജോലി ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ പഠിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം ഞാൻ ഈ ചെറുപ്പം മുതലേ ചിന്മുദ്ര പഠിക്കുന്നുണ്ട്. അത് ഈശ്വരീയമായിട്ടൊരു ബന്ധമുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ അത് യോഗയിൽ വരുന്നത് നമ്മുടെ കുണ്ടലിനി ശക്തി ഉണർത്തുന്ന ഒരു സംഭവമാണ്. നമുക്ക് എന്നെ അടി വന്നുകൊണ്ടിരിക്കും, നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റും. അപ്പൊ ആ ഇത് വരും. അപ്പൊ ഈ ചിന്മുദ്ര ഞാൻ എപ്പോഴും പിടിക്കുന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഇത്രയും ജോലികൾ ചെയ്യാൻ പറ്റുന്ന ഒരു ചിന്മുദ്ര ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കില്ല, 7 മണിക്ക് ഞാൻ സെറ്റിൽ വരുന്നു. ചിന്തിച്ചു നോക്കുക, ക്യാമറ ഇല്ലാത്ത എല്ലാം എന്റെ തലയിലാണ്. രാത്രി 2 മണിക്ക് ഷൂട്ടിംഗ് തീർന്നു. ഈ 2 മണിക്ക് ഞാൻ സെറ്റിൽ എങ്ങനെ അറിയോ, 7 മണിക്ക് ഞാൻ എങ്ങനെയാണോ, എത്ര ഫ്രഷ് ആയിട്ടാണ് ഞാൻ സെറ്റിൽ വരുന്നത്, അതേ ഫ്രഷ്നെസ്സിലാണ് ഞാൻ തിരിച്ചു കയറുന്നത്. എന്തുകൊണ്ട് ഞാൻ എല്ലായ്പ്പോഴും ചിന്മുദ്ര പിടിച്ചിട്ടാണ്. ദാറ്റ് ഈസ്, ഈ ചിന്മുദ്ര പിടിക്കുന്ന ഗുണം നമ്മൾ ഒന്നുമായിട്ട് ഓവർ ഇൻവോൾവ് ആവില്ല. നമ്മളത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, അത് കഴിയുന്നു, ഓക്കെ ഞാൻ എൻ്റെ പരിപാടി അങ്ങനെ ഫ്രഷ് ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് ഈ ചിന്മുദ്ര, ജ്ഞാനമുദ്ര പിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്യുന്നത് എനിക്ക് വളരെ, എന്റെ വിദ്യാഭ്യാസത്തിനൊക്കെ എനിക്ക് വളരെ ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ കൂടുതൽ. നമ്മളിപ്പോ ഇവിടെ ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ചോദ്യം മാത്രമാണ് കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് വരുന്നത്.